നമസ്കാരം. ബംഗളൂരുവിൽ വിദ്യാർത്ഥികളെ കുടുക്കുന്ന ഡ്രഗ് മാഫിയ പ്രവർത്തിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ അടുത്തിടെയായി കൂടുകയാണ്. പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഉപയോഗിച്ച് മയക്കുമരുന്നിൽ കുടുക്കി വ്യാജ കേസുകൾ ഉണ്ടാക്കി പിന്നീട് കുടുംബങ്ങളിൽ നിന്ന് പണം പിടിച്ചെടുക്കുന്ന മോശം വലയങ്ങൾ നടക്കുകയാണ്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും ജാഗ്രത പുലർത്തണമെന്ന തരത്തിലാണ് ഇത്തരത്തിൽ വീഡിയോകൾ നിറയുന്നത്. ബംഗളൂരുവിലെ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുള്ള ഒരു ഗുരുതരമായ തട്ടിപ്പിനെ കുറിച്ചാണ്, പ്രത്യേകിച്ച് അർജുൻ പിള്ള എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി യൂട്യൂബ് ചാനലുകളിൽ വാർത്തകൾ നിറയുന്നത്. മലയാളി വിദ്യാർത്ഥികളെ ലഹരി കേസുകളിൽ പെടുത്തി പണം തട്ടാൻ ബംഗളൂരിൽ വൻ മാഫിയ സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ താമസ സ്ഥലങ്ങളിൽ ലഹരി എത്തിച്ച ശേഷം പോലീസിനെ അറിയിച്ച് റെയ്ഡ് നടത്തിച്ചാണ് ഈ തട്ടിപ്പ്. കേസുകളിൽ നിന്ന് ഒഴിവാക്കുവാൻ മധ്യസ്ഥരായി എത്തുന്ന സംഘം അടിച്ചെടുക്കുന്നത് ലക്ഷങ്ങളാണ്. സപ്തഗിരി, RR, ആചാര്യ കോളേജുകൾക്കിടയിലെ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ സംഘത്തിന്റെ പ്രവർത്തനം. സാമ്പത്തിക ശേഷിയുള്ള കുട്ടികളുമായി സംഘാംഗങ്ങൾ സൗഹൃദത്തിലാകും. അടിക്കടി താമസ സ്ഥലത്തെത്തി ബന്ധം ദൃഢമാക്കും. തക്കം നോക്കി റൂമുകളിൽ ലഹരി ഒളിപ്പിക്കും. ലഹരിക്കണി തയ്യാറായാൽ പോലീസിനെ അറിയിക്കും. പോലീസ് പിന്നീട് റെയ്ഡ് നടത്തും. പിടിയിലായ കുട്ടികളെ കേസുകളില്ലാതെ പുറത്തിറക്കുവാനായി ഇടനിലക്കാർ രംഗത്തെത്തുന്നതാണ് അടുത്ത ഘട്ടം. ലഹരി സംഘത്തിൽപ്പെട്ടവർ തന്നെയാണ് ഈ ഇടനിലക്കാർ. ലക്ഷങ്ങൾ വിലപേശി വാങ്ങി കേസില്ലാതെ കുട്ടികളെ ഇറക്കി കൊടുക്കുന്നതാണ് ഇവരുടെ രീതി. അടുത്തിടെ മഹാലക്ഷ്മി നഗർ പോലീസ് എന്ന് അവകാശപ്പെട്ടെത്തിയ സംഘത്തിന്റെ വലയിൽപ്പെട്ട മലപ്പുറത്തെ വിദ്യാർത്ഥിയുടെ രക്ഷിതാവിന് ഇത്തരത്തിൽ നൽകേണ്ടി വന്നത് ലക്ഷങ്ങളാണ്. കേസിൽ പെടുന്നവരിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ ചുരുങ്ങിയത് 5 ലക്ഷമാണ് ഇടനിലക്കാർക്ക് നൽകേണ്ടി വരുന്നത്. കേസുകളിൽ പെട്ടാൽ ജോലി കിട്ടില്ല, വിവാഹം മുടങ്ങും തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് സമ്മർദ്ദം ചെലുത്തുന്നത്. മലയാളികൾ ഉൾപ്പെട്ട ലഹരി സംഘവും പോലീസും ചേർന്നാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് പൊതുപ്രവർത്തകർ അടക്കം ഉറപ്പിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു പേജിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായിട്ട് ബംഗളൂരുവിലെ കോളേജുകളിൽ നടക്കുന്ന ഈ കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഒരു സ്കാമിനെ പറ്റി ആ പേജിൽ കുറെ വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ ചർച്ചാ വിഷയമാകുന്നത് ഷാലോം എന്ന് പറയുന്ന ഒരു പയ്യന്റെ സൂയിസൈഡുമായി ബന്ധപ്പെട്ടാണ്. ഈ ഷാലോമിന്റെ ഭാര്യ എന്ന് പറയുന്ന മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടി ഈ ഒരു ഡ്രഗ് ഡീലറാണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആളുകളെ വശീകരിച്ച് ഡ്രഗിന് അടിമയാക്കി അവർ ചൂഷണം ചെയ്തു ജീവിക്കുന്ന ഗ്യാങ്ങിലെ മുഖ്യ കണ്ണി പാർവണ എന്നൊരു സഹോദരിയുണ്ട്. ഇവർ ട്വിൻസ് ആണ്. ഷാലോം എന്ന് പറയുന്ന റാപ്പറെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. ആ കല്യാണം തന്നെ വലിയൊരു ട്രാപ്പാണ് എന്ന് ഷാലോം വൈകി തിരിച്ചറിയുകയാണ്. അത്യാവശ്യം ഫിനാൻഷ്യലി സൗണ്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. എന്നാൽ ഈ പെൺകുട്ടിയുമായുള്ള വിവാഹത്തിന് ഷാലോമിന്റെ കുടുംബത്തിന് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ യുവതി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പയ്യനെ വിവാഹം കഴിപ്പിക്കുന്നത് എന്നാണ് ഈ ഒരു റീലിൽ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയുകയും ചെയ്തുവെന്ന് പറയുന്നുണ്ട്. 8 മാസം ഇവർ പ്രണയത്തിലായിരുന്നു. തുടർന്നാണ് കല്യാണം കഴിക്കുന്നത്. ഈ കല്യാണം കഴിച്ച് 4-4.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ പയ്യൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാരണം ഇതുവരെയും ആർക്കും എന്താണ് ഇതിന്റെ ഒരു കാരണമെന്ന് വ്യക്തമായി അറിയില്ല. ഈ ഷാലോം എന്ന് പറയുന്ന പയ്യൻ ഒരു റാപ്പ് സിംഗറാണ്. യൂട്യൂബിലൊക്കെ വളരെ ഹിറ്റായിരുന്നു പാട്ടുകളൊക്കെ. ആ യുവാവിന്റെ സഹോദരനാണെങ്കിലും പറയുന്നത് ഈ ഷാലോം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നാണ്. ഈ ഷാലോമിനെ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഈ ഷാലോമിന്റെ ഭാര്യ എന്ന് പറയുന്ന പെൺകുട്ടി ഈ തൂങ്ങി നിൽക്കുന്നത് കണ്ട ഷാലോമിനെ ഇവൾ സ്വയം അടുക്കളയിൽ പോയി കത്തിയെടുത്ത് കൊണ്ടുവന്ന് കയർ കട്ട് ചെയ്ത് താഴേക്ക് ഇറക്കി അവിടെ ഇട്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഉടൻ തന്നെ ഈ ഒരു മരണം മുന്നിൽ കണ്ടിട്ട് പോലും ഉടൻ തന്നെ ഈ ഷാലോമുമായിട്ടുള്ള ഫോട്ടോസൊക്കെ, അതായത് കല്യാണ ഫോട്ടോസൊക്കെ എല്ലാം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അടക്കം റിമൂവ് ചെയ്ത അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് ആക്കി ഒരു സാധാരണ ജീവിതത്തിലേക്ക് ഈ പെൺകുട്ടി പോവുകയായിരുന്നു. മരണകാരണമൊന്നും ആർക്കും അറിയില്ല. എന്താണ് അല്ലെങ്കിൽ ഈ മരണത്തിന് മുമ്പ് എന്താണ് ഷാലോമിന് സംഭവിച്ചത് എന്നൊന്നും കൃത്യമായി അറിയില്ല. ഷാലോം തന്റെ സഹോദരനോട് കുറച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തനിക്ക് ഈ ബന്ധം പേടിയാണ്, എനിക്കിത് വേണ്ട, എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്, ഞാൻ വല്ലാത്തൊരു അവസ്ഥയിലാണ്. അങ്ങനെ പറഞ്ഞിട്ട് പോയതിനു ശേഷമാണ് ഇത്തരത്തിൽ ഈ ഷാലോമിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. കറക്റ്റ് എന്താണ് ഇതിന്റെ ഒരു റീസൺ എന്ന ഈ പറഞ്ഞ സഹോദരനടുത്ത് ഈ ഷാലോം പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അത് വെളിപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ ഷാലോമിന്റെ മരണവും സംഭവിച്ചു. ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടുമില്ല. ഈ മീനാക്ഷി അല്ലെങ്കിൽ പാർവണ ഇവരെല്ലാം തന്നെ ഈ ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്. ഇവിടെയുള്ള ഡ്രഗ് ഡീലേഴ്സിന്റെ റൈറ്റ് ഹാൻഡ് എന്നറിയപ്പെടുന്ന തരത്തിലാണ് ഈ പെൺകുട്ടികളെ മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്നത്. ഈ നിരപരാധികളായിട്ടുള്ള സ്റ്റുഡൻസിനെ ഈ സ്കാമിന് വേണ്ടിയിട്ട് എത്തിച്ചു കൊടുക്കലാണ് ഈ പെൺകുട്ടികളുടെ പ്രധാന പരിപാടി.
ഈ ഷാലോമിന്റെ മരണത്തിന് മുൻപും ഈ 3 പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് ഒരു മരണം നടന്നിട്ടുണ്ടായിരുന്നു. ഷംന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണമാണ് സംഭവിച്ചത്. +2 കഴിഞ്ഞ ബംഗളൂരുവിൽ RR കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കുകയാണ് ഉണ്ടായത്. തുടർന്നാണ് ഈ മീനാക്ഷി, ശ്വേത, പാർവണ തുടങ്ങിയ 3 പേരുടെ ഗ്യാങ്ങിൽപ്പെട്ട് ഈ പെൺകുട്ടിയും വഴിതെറ്റിപ്പോയത്. 2 കൊല്ലം മുമ്പാണ് ഈ ഷംന എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. എന്താണ് ഇതിന്റെ റീസൺ എന്നത് ഇതുവരെ ആർക്കും അറിയില്ല. ഷംന അത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫാമിലി ഒന്നുമല്ല. ഈ പറയുന്ന ഷംനയുടെ വാപ്പ പുഴയിൽ കക്കയൊക്കെ വാർന്നതിനിടയിലാണ് മുങ്ങി മരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ കുടുംബം ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. എന്താണ് ഇപ്പോഴും ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുണ്ടായ കറക്റ്റ് റീസൺ എന്നത് വ്യക്തമല്ല. അപ്പോൾ ഈ പറയുന്ന മീനാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയെ ചുറ്റിപ്പറ്റി 2 പേരാണ് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ബംഗളൂരുവിലെ സപ്തഗിരി കോളേജ്, ആചാര്യ കോളേജ്, RR കോളേജ്, ഈ 3 കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഒരു സ്കാം നടത്തുന്നത്. ഈ അർജുൻ പിള്ള എന്ന് പറയുന്ന വ്യക്തിയാണ് ഇതിന്റെ മെയിൻ ആള്. ഇയാൾ ബാംഗ്ലൂരിലെ പോലീസ് നല്ല പിടിപാടുള്ള ആളാണ്. ഈ പോലീസിനെയൊക്കെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ബാംഗ്ലൂരിൽ പഠിക്കാൻ വരുന്ന മലയാളി സ്റ്റുഡൻസിനെ വ്യാജ ലഹരി കേസിൽപ്പെടുത്തി വീട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കുന്ന സ്കാമാണ് ഈ അർജുൻ പിള്ള എന്ന് പറയുന്ന ആളടക്കമുള്ളവർ ചെയ്തു വന്നിരുന്നത്. ഈ സ്കാം തുടങ്ങിയിരുന്നത് അർജുൻ പിള്ളയും മറ്റൊരു യുവതിയുമായിരുന്നു. അതിനുശേഷം ഈ പരിപാടി ഇപ്പോൾ തുടർന്നു കൊണ്ടുപോകുന്നതും അർജുൻ പിള്ള തന്നെയാണ്. അതായത് ഈ പെൺകുട്ടികളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ആണുങ്ങളെ കൈയും കലാശവും കാണിച്ച് വശത്താക്കും. അതിനുശേഷം റൂമിലേക്ക് വിളിച്ചു വരുത്തി ഇവർക്ക് ഡ്രഗ്സ് കൊടുത്ത് മയക്കി കിടത്തിയ ശേഷം ഈ പറയുന്ന അർജുൻ പിള്ളയെ വിളിച്ചു വരുത്തും. തുടർന്ന് അർജുൻ പിള്ള പോലീസുമായി ഇവരുടെ റൂമിലേക്ക് വരുന്നു. തുടർന്ന് ഇവരെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്നു. ഇവരുടെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചെടുത്ത് ശേഷം ഇതിന്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ പകർത്തി ഇവരെ ഭീഷണിപ്പെടുത്തി ഇവരുടെ വീട്ടിലേക്ക് വിളിച്ച ലക്ഷങ്ങൾ ആവശ്യപ്പെട്ടാണ് ഇത്തരത്തിൽ സ്കാം ചെയ്യുന്നത്. പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന് ഡ്രഗ്സ് കൊടുത്ത് ഈ കെണിയിൽപ്പെടുത്തി അവരുടെ വീട്ടുകാരിൽ നിന്ന് തന്നെ പണം തട്ടുന്ന പരിപാടിക്ക് പോലീസാണ് കൂട്ടു നിൽക്കുന്നത്. അപ്പോൾ വളരെ സേഫ് ആയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടു പോകുന്നത്. കാരണം പുറത്ത് ആരും അറിയില്ല. ഇത് ഡ്രഗ് കേസ് ആയതുകൊണ്ട് തന്നെ മക്കളുടെ ഭാവി അവതാളത്തിലാകുമെന്നറിഞ്ഞ ഈ പാരന്റ്സ് ചോദിക്കുന്ന പൈസ കൊടുത്ത് ഇത് ഒതുക്കി തീർക്കും. ഇത് സ്ഥിരം പരിപാടിയാണ്. കൂടാതെ ഡ്രഗ് മാത്രമല്ല, ഈ പറയുന്ന പോലെ വിളിച്ചു വരുത്തിയിട്ട് ഇവരുമായിട്ട് വേറെ പല പരിപാടികളൊക്കെ നടത്തി ഇതിന്റെ നേക്കഡ് ഫോട്ടോസ് അടക്കം എടുത്ത് അത് വെച്ചും ഭീഷണിപ്പെടുത്തും. അതും ഈ ഡ്രഗ് കേസും എല്ലാം കൂടി അങ്ങ് വീട്ടുകാരെ കാണിച്ചാണ് ഇവർ പൈസ തട്ടിയെടുക്കുന്നത്. ഈ അർജുൻ പിള്ള ഇപ്പോഴും ഒരു സ്കാം നടത്തിക്കൊണ്ടു പോകുന്നത് ഇവരുടെ ഒരു ടീമിന്റെ ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ വശത്താക്കാൻ വേണ്ടിയിട്ട് 18-19 വയസ്സായ ഇത്തരത്തിൽ ഈ ശ്വേത, മീനാക്ഷി, പാർവണ പോലുള്ള പെൺകുട്ടികളെ അടക്കം ഇറക്കിയാണ് ഇത്തരത്തിലൊരു സ്കാം നടത്തുന്നത്. ഈ അർജുൻ പിള്ള ഈ പെൺകുട്ടികൾക്ക് പൈസ കൊടുത്തിട്ട് ബാക്കിയുള്ള കൂട്ടുകാരെ റൂമിലേക്ക് വിളിച്ചു വരുത്തി ഡ്രഗ്സ് കൊടുത്ത് മയക്കിയതിനു ശേഷം ഈ അർജുൻ പിള്ളയെ വിവരം അറിയിക്കും. ഇവർ വന്നിട്ടാണ് ഇത്തരത്തിൽ സ്കാം റിപ്പീറ്റ് ചെയ്യുന്നത്. തുടർന്ന് വീട്ടിലേക്ക് വിളിച്ച് പൈസ ചോദിക്കുന്നു. റൂമിൽ വന്ന ഡ്രഗ്സ് വാങ്ങാൻ വരുന്ന സ്റ്റുഡൻസിനെയാണ് ഈ അർജുൻ പിള്ളയും ടീമും ടാർഗറ്റ് ചെയ്യുന്നത്. ലീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മുറിയിലാണ് ഇത്തരത്തിൽ ഈ ഡ്രഗ്സ് സൂക്ഷിക്കുന്നതെന്നാണ് ഇവരുടെ വീഡിയോയിൽ പറയുന്നത്. ഈ പെൺകുട്ടി ഇത് ചോർത്തി കൊടുക്കും. തുടർന്നാണ് ഇത്തരത്തിൽ ഈ ഡ്രഗ്സ് വാങ്ങിക്കൊണ്ടു പോയ ആളുകളെയൊക്കെ ഇവര് പിന്തുടർന്നെത്തി ഇത്തരത്തിൽ സ്കാം ചെയ്യുന്നത്. എന്നാൽ ഡ്രഗ്സ് വാങ്ങിക്കാത്ത കുട്ടികളെയും ഇത്തരത്തിൽ ഇവർ ടാർഗറ്റ് ചെയ്യാറുണ്ട്. ഇവരുടെ മുറിയിലേക്ക്, അതായത് പണമുള്ള ടീംസ് ആണ് എന്ന് അറിഞ്ഞാൽ ഇവരുടെ മുറിയിലേക്ക് ഇടിച്ചു കയറി ചെല്ലും. അവിടെ ഡ്രഗ് വെച്ചിട്ട് ഇവർ തന്നെ പോലീസിനെ വിളിച്ച് ഇത്തരത്തിൽ പിടിപ്പിക്കും. എന്നിട്ട് ഇതിന്റെ വീഡിയോ എടുത്താണ് ഇവർ ഈ ഡ്രഗ് യൂസ് ചെയ്തു എന്ന തരത്തിൽ സമ്മതിപ്പിക്കും, ഭീഷണിപ്പെടുത്തും. അഥവാ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇടിച്ച് സമ്മതിപ്പിക്കും. ഇങ്ങനെ പോലീസുമായി ഇത്തരത്തിൽ പോലീസുമായി വളരെ നല്ല കയ്യൊപ്പോടു കൂടിയാണ് ഈ ഒരു സ്കാം ഇവർ തുടർന്നുകൊണ്ടു പോകുന്നത്. ഈ സൊൽദേഹനഹള്ളി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ പരിധിയിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുമായിട്ട് നല്ല കയ്യൊപ്പ് തന്നെ ഈ അർജുൻ പിള്ളയ്ക്കുണ്ട്. അതുകൊണ്ട് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് ഇവർക്ക് മെഡിക്കൽ ടെസ്റ്റ് ചെയ്യും. എന്നാൽ ഈ മെഡിക്കൽ ടെസ്റ്റ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ആശുപത്രിയിലൊന്നുമല്ല കൊണ്ടുപോകുന്നത്. ഈ അർജുൻ പിള്ളയുടെ സുഹൃത്തിന്റെ സന്തോഷ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ ഇവർ ഡ്രഗ് യൂസ് ചെയ്തു എന്നുള്ള ഒരു ഫേക്ക് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കും. ഇതിനുശേഷം പിന്നെയും റിപ്പീറ്റായി ഇത്തരത്തിലൊരു സ്കാം തുടരുന്നു. കുട്ടികളെ ഡ്രഗ് കേസിൽ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ ട്രാൻസ്ലേറ്റർ എന്ന രീതിയിൽ ഇയാൾ ഈ കുട്ടികളുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പൈസ ആവശ്യപ്പെടും. 3-4 ലക്ഷം രൂപയൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. FIR ഇടാതെ ഈ കേസ് ഒതുക്കി തീർക്കാവുന്ന തരത്തിലൊക്കെയാണ് കോൾ ചെയ്യുന്നത്.